ഇനി തമിഴ്നാട്ടിലേക്കാണ്. അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി 2 ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്. പ്രചാരണം ഉച്ചസ്ഥായിലെത്തിയിട്ടുണ്ട്. തിരുച്ചിറപ്പള്ളിയിലാണ് ടിവികെ അധ്യക്ഷൻ വിജയിയുടെ പ്രചാരണം. ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ ചെപ്പോക്കിൽ പ്രചാരണം നടത്തുകയാണ്. ആ ദൃശ്യങ്ങളിലേക്ക് കൂടി. ചെപ്പോക്കിൽ നിന്ന് മനേഷ് മൂർത്തി ചേർന്നു. മനേഷ്, വ്യാഴാഴ്ച ബൂത്തിലേക്ക് നീങ്ങുകയാണ്. തമിഴ്നാട് കണ്ടതിൽ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത വിജയ് എന്ന ഘടകം, വിജയുടെ പാർട്ടി. അങ്ങനെ തീപ്പൊരിയേറുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണം അത് അതിന്റെ അവസാന ടേമിലേക്ക്, അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ എന്താണ് അവിടുത്തെ ചൂടും തെരഞ്ഞെടുപ്പ് ചൂട്? സുഹൈല്, അമൃത, നമ്മളിപ്പോൾ ഉള്ളത് തിരുവള്ളിക്കേനി, ചെപ്പോക്ക് തിരുവള്ളിക്കേനി എന്ന് പറയുന്ന ഉദയനിധി സ്റ്റാലിൻ മത്സരിക്കുന്ന മണ്ഡലത്തിലാണ്. ഉദയനിധിയുടെ പ്രചാരണം ഇപ്പോൾ ഇവിടെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ തോതിലുള്ള ആളുകൾ ഈ പറഞ്ഞ രീതിയിൽ എല്ലാ ഇടങ്ങളിലും, ഉദയനിധിയുടെ എല്ലാ ഇടങ്ങളിലും ഉണ്ട്. സമാനമായ രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ മണ്ഡലമാണ്, അദ്ദേഹം മത്സരിക്കുന്ന മണ്ഡലമാണ്, സിറ്റിംഗ് സീറ്റാണ്, സിറ്റിംഗ് മണ്ഡലമാണ്. എന്നാലും ഇവിടെയും സമാനമായ രീതിയിലാണ് ആളുകൾ എത്തുന്നത്. ഇന്നിപ്പോൾ ചെന്നൈയിലെ വിവിധ ഇടങ്ങളിൽ അദ്ദേഹം പര്യടനം നടത്തുന്നുണ്ട്. ആ രീതിയിൽ അതായത് കൊളത്തൂർ മണ്ഡലം, അതുപോലെ തന്നെ വ്യാസർപാടി തുടങ്ങിയ മേഖലകൾ എല്ലാം തന്നെ ഉദയനിധി ഇന്നിപ്പോൾ പര്യടനം നടത്തുന്നുണ്ട്. അതിനുശേഷം ഒരുപക്ഷെ ഇന്നത്തെ പര്യടനം ചെന്നൈയിൽ അവസാനിപ്പിച്ച് നാളെയും പരമാവധി ചെന്നൈയിൽ തന്നെ പര്യടനം നടത്താനാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാത്രിയോടുകൂടി എം കെ സ്റ്റാലിനും തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് കളത്തിൽ ഇത്തവണ AIADMKയോടൊപ്പം DMKക്കെതിരെ TVKയും അതിശക്തമായ രംഗത്തുണ്ട്. അങ്ങനെ TVK സാന്നിധ്യമാകുമ്പോൾ അല്ലെങ്കിൽ TVK എത്രത്തോളം കണ്ട് വോട്ട് പിടിക്കും, സീറ്റ് പിടിക്കും എന്നൊക്കെ ആകാംക്ഷയുള്ള ഈ കണ്ട തെരഞ്ഞെടുപ്പുകളിലേക്കാളൊക്കെ കുറച്ചുകൂടി ആകാംക്ഷ ഏറ്റുന്ന തെരഞ്ഞെടുപ്പാണ് തമിഴ്നാട്ടിൽ തുടരുന്നത്. മനേഷ് മൂർത്തി തുടരാം. സുഹൈല്, അമൃത, അതുപോലെ TVKയിലേക്ക് വന്നാൽ TVK ഇന്നിപ്പോൾ തിരുച്ചിയിലാണ് TVK അധ്യക്ഷൻ വിജയുടെ പര്യടനമുള്ളത്. നമ്മളുള്ളത് ഇപ്പോൾ ഉദയനിധി സ്റ്റാലിനൊപ്പമാണ്. ഇന്നിപ്പോൾ ഇവിടെ, അതായത് തുടക്കം ഇവിടെ വെച്ചാണ്, ചെപ്പോക്ക് മണ്ഡലത്തിലാണ്, അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ ചെപ്പോക്കിലാണ്. റോഡ് ഷോ ആയി ഇപ്പോൾ ജനങ്ങളെ കണ്ട് വാക്ക് ഈ പറഞ്ഞ രീതിയിൽ വോട്ട് ചോദിക്കുന്ന ഒരു പരിപാടിയിലാണ്. അതിനുശേഷം കൊളത്തൂരിലെയും വ്യാസർപാടിയിലെയും അതുപോലെ പെരമ്പൂരിലെയും ഒക്കെ 3-4 ഇടങ്ങളിൽ അദ്ദേഹത്തിന് പര്യടനമുണ്ട്. കഴിഞ്ഞ രാത്രിയോടുകൂടി ഇന്നത്തെ പര്യടനം അവസാനിപ്പിക്കും. മാത്രമല്ല നാളെയും ചെന്നൈയിൽ തന്നെ തുടരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇവരെല്ലാവരും തന്നെ പുറത്തായിരുന്നു. അതായത് മറ്റ് മണ്ഡലങ്ങളിൽ, മറ്റ് സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിലായിരുന്നു. ഇനിയിപ്പോൾ വരുന്ന 2 ദിവസം ദേശീയ നേതാക്കൾ ഉൾപ്പെടെ, സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ ചെന്നൈ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും അവരുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അല്പസമയത്തിന് ശേഷം മുഖ്യമന്ത്രി MK സ്റ്റാലിനും ചെന്നൈയിലേക്ക് എത്തിച്ചേരും. ഹൊസൂരിലാണ് അദ്ദേഹത്തിന്റെ ആദ്യ പരിപാടി. അത് കർണാടക ബോർഡറിലുള്ള മണ്ഡലമാണ്, അവിടെയാണ് അദ്ദേഹത്തിന്റെ പരിപാടി ഉള്ളത്. ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഇവിടേക്ക് എത്തും. മൈലാപ്പൂരിലും അതുപോലെ മൈലാപ്പൂരിലും ടി നഗറിലുമാണ് ഈ പറഞ്ഞ രീതിയിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ്റെ പരിപാടി ഉള്ളത്. അതിനുശേഷം ഇന്നത്തെ പരിപാടികൾ അവസാനിക്കും. അങ്ങനെ എല്ലാ നേതാക്കളും ചെന്നൈയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. TVK, സുഹൈൽ സൂചിപ്പിച്ചതുപോലെ TVK ഒരു പ്രധാന ഘടകമാകും എന്ന് തന്നെയാണ് തമിഴ്നാട്ടിലെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചയായി വരുന്നത്. എല്ലായിടങ്ങളിലും അത് വലിയ തോതിൽ ചർച്ച തന്നെയാണ്. പ്രത്യേകിച്ചും യുവാക്കൾക്കിടയിലൊക്കെ ഒരു മാറ്റം അത് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം തന്നെ ആ തരത്തിൽ തന്നെ ഒരു ചർച്ച ഉണ്ട്. എന്തായാലും അത് എത്രത്തോളം വോട്ടായി മാറും. വിജയ് ഇപ്പോൾ തിരുച്ചിറപ്പള്ളിയിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പര്യടനത്തിൽ തന്നെ വലിയ തോതിലുള്ള ജനങ്ങളുണ്ട്. അതൊക്കെ വോട്ടായി മാറുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അത് ഒരുപക്ഷെ വോട്ടായി മാറിയാൽ നമുക്ക് ഏത് തരത്തിലായിരിക്കും തമിഴ്നാടിൻ്റെ ഒരു റിസൾട്ട് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു നിലയല്ല. എന്തായാലും ഉദയനിധിയോടും സംസാരിക്കാൻ, എന്തായാലും ആ തരത്തിൽ എന്തായാലും മാധ്യമങ്ങളോടൊന്നും തന്നെ സംസാരിക്കുന്നില്ല. എന്തായാലും ഒരു ശ്രമം നമ്മൾ നടത്തിയെന്നേ ഉള്ളൂ. ആ രീതിയിൽ എന്തായാലും പര്യടനം പുരോഗമിക്കുകയാണ്. സുഹൈൽ, അമൃത, എല്ലാ കണ്ണുകളും അല്ലെങ്കിൽ എല്ലാ നേതാക്കളും ഇനിയിപ്പോൾ ചെന്നൈയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് നോക്കിക്കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും പര്യടനം പുരോഗമിക്കുകയാണ്. ഇന്നിപ്പോൾ 3-4 മണ്ഡലങ്ങളിൽ കൂടി ഉദയനിധിയുടെ പര്യടനമുണ്ട്. സുഹൈൽ, അമൃത. ഉദയനിധി സ്റ്റാലിന്റെ പര്യടനത്തിന്റെ ദൃശ്യങ്ങളടക്കമാണ് മനേഷ് മൂർത്തി ആ സ്ഥലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും കാത്തിരിക്കാൻ തമിഴ്നാട്ടിൽ എന്തായിരിക്കും ചിത്രമെന്നറിയാൻ. വ്യാഴാഴ്ചയാണ് തെരഞ്ഞെടുപ്പ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.